وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാനും ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്തിന് ശേഷം വളരെ സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത് ഇസ്ലാഹ് എന്ന വലിയൊരു ആശയമാണ്. കഴിഞ്ഞ ഒരു അവസരത്തിൽ ഇസ്ലാഹിൻ്റെ രീതിശാസ്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും പരിഷ്കർത്താക്കൾ കടന്നു വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അത് എല്ലാ രംഗത്തും പരിഷ്കരണങ്ങൾ ഉണ്ടാകും, ബൗദ്ധിക മേഖലകളിലും മതപരമായ ഇടങ്ങളിലും എല്ലാം. അപ്പൊ ഇസ്ലാഹ് നടത്തുന്നതിന് നമ്മൾ ബാധ്യസ്ഥരാണ്, പ്രതിജ്ഞാബദ്ധരാണ്. ലോകം അവസാനിക്കുന്നത് വരേക്കും നിലനിൽക്കേണ്ടുന്ന ഒരു പ്രക്രിയയുടെ ഒരാശയത്തിൻ്റെ പേരാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെ കാലങ്ങളിലെല്ലാം അവർ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും, പരിഷ്കരണ സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളെയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇസ്ലാഹിൻ്റെ ഭാഗം എന്ന നിലക്കാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്ന തൗഹീദിലേക്ക് ആളുകളെ എത്തിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇസ്ലാഹിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാതലായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഇസ്ലാഹുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിലും ഇസ്ലാഹ് കടന്നു വരേണ്ടതുണ്ട്. ഇസ്ലാഹ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം നന്നാക്കി തീർക്കലാണ്. അപ്പൊ ആ ഇസ്ലാഹിന്റെ അടിത്തറ എന്തായിരിക്കണം? പ്രമാണങ്ങളായിരിക്കണം. ഇസ്ലാഹ് നടത്തേണ്ടത് പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം. നമ്മൾ ആ ഭാഗങ്ങൾ കുറേ വിശദീകരിച്ചു പോയതായതുകൊണ്ട് അത് സന്ദർഭോചിതം പറയുകയും നമ്മൾ ഇന്ന് വിശ്വാസ ആദർശ സംബന്ധമായ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമായും നടക്കേണ്ട ഇസ്ലാഹ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കണം. നമ്മൾ വളരെ കൃത്യമായി നമുക്ക് നമ്മുടെ ആദർശത്തിൽ ഒരു ഉറപ്പുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആദർശമായി പരിചയപ്പെടുത്തിയത്, നമ്മളോട് ദിനേന 17 തവണ നമ്മുടെ നമസ്കാരങ്ങളിൽ നിർബന്ധമായും ഉരുവിടാൻ പറയുന്ന ഒരാദർശവാചകമുണ്ട്. അത് ഇസ്ലാഹിൻ്റെ വിശ്വാസപരമായ രംഗത്ത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ഭാഗമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നതാണ് ആ പറഞ്ഞതിൻ്റെ ആശയം. ഇതറിയാത്ത ആരുമില്ല. നമ്മളൊക്കെ ഒരുപാട് സാധാരണയായി ഉപയോഗിക്കുന്ന അർത്ഥം പോലും
പ്രത്യേകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു പദമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോ ഈ ഇബാദത്ത് എന്ന് പറയുന്നതിനെ മനസ്സിലാക്കുന്നിടത്ത് പുതിയ കാലത്ത് ഇസ്ലാഹിൻ്റെ ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വിമർശനാത്മകമായ സംസാരമല്ല, മറിച്ച് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ, പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ, ഇസ്ലാഹിന്റെ വഴികളിലൂടെ മുന്നോട്ടു നീങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതായ ഒരു സംസാരമാണ്. കാരണം ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകാധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി നമ്മൾ അറിയിക്കുന്ന കാര്യമാണ്. നമ്മുടേതായ പ്രത്യേക ആഡിങ്സുകൾ ഇതിലില്ല. നോക്കൂ, നിങ്ങൾ അടിസ്ഥാനപരമായ ആദർശം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അപ്പൊ ഇതിൽ ആദ്യ ഭാഗത്തിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇയ്യാക നഅ്ബുദു അത് ഈ കാലത്തുണ്ട്. ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ന്യായങ്ങൾ പലതും അവർ നിരത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളേറെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് തവസ്സുൽ എന്ന് പറയുന്നത്. തവസ്സുൽ ഇപ്പോ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടുത്തെ യോഗത്തിൽ വെച്ച് അവർക്കൊരു ഉപമ എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. നമ്മള് ഡയറക്റ്റ് നേരിട്ട് അല്ലേ പടച്ചവനോട് ചോദിച്ചാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാണ്, എന്തിനാണ് അവനിലേക്ക് ദല്ലാളുമാർ എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്ത് സ്റ്റേജിൽ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു ഇടയാളന്മാർ എന്നുള്ളത്. അതോടുകൂടി ആ വിഷയം അവിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വേറെ എന്താ പറയാ പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്ന ശ്രമങ്ങൾ ഇടയാളന്മാർ കയറി കളിക്കുമ്പോൾ അതിനെ ഈ പ്രാർത്ഥനയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. പക്ഷെ അവിടെ കുറെ ചർച്ചകൾ പിന്നെ കടന്നു വരുന്നു. ഈ ചർച്ചകളുടെ ഒക്കെ അവസാനമായിട്ട് ഇന്നും ഇബാദത്തിൽ തന്നെയും ഇബാദത്തിനർത്ഥം കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെയും പിഴച്ച കക്ഷികൾ അവരതിന് നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കുറച്ചുകൂടി ആവേശത്തിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉത്തരം എന്താണ്? ഇബാദത്ത് എന്നതിൻ്റെ ആ ആശയത്തിലേക്ക് പല രൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനെ വേറൊരു ആഖ്യാനം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ ചേർക്കുക എന്ന് പറയുന്നത് ദീനി വിരുദ്ധമായ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഒരു ഭാഗം വളരെ കുറഞ്ഞ രൂപത്തിൽ പറയാൻ ശ്രമിക്കാം. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് വസീല അഥവാ തവസ്സുൽ തേടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വിശ്വാസിയുടെ ലക്ഷ്യമാണ്. തവസ്സുൽ എന്ന് പറയുന്നത് ഇല്ലാന്ന് ലോകത്തൊരാളും പറയാൻ പാടില്ല, അങ്ങനോട്ട് പറയണമില്ല. എന്നാൽ ആ തവസ്സുൽ നടത്താൻ പറയുന്ന സാഹചര്യത്തിൽ തന്നെയും അവിടെ കൃത്യമായ ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ആയത്ത് എങ്ങനെയാണ് വരുന്നത് അറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞിട്ടാണ്. വിശ്വാസികളെ വിളിക്കുന്നു, എന്തിനു വേണ്ടി എന്നും പറയുന്നു. അതിന്റെ ഇടയിലാണ് ഈ കാര്യം ചെയ്താലാണ് അത് കിട്ടുക എന്ന് പറയുന്നത്. ഞാൻ പറയണത് മനസ്സിലാണില്ലേ? വിശ്വാസികളെ വിളിക്കുന്നു, എന്നിട്ട് ആ ആയത്തിന്റെ അവസാനത്തിൽ എന്താണ് ഈ വിളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നു. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി. അപ്പൊ വിജയിക്കുന്നവരാകാൻ എന്താ ചെയ്യേണ്ടത്? ഇലൈഹിൽ വസീല വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീല തേടണം, അല്ലാഹുവിലേക്ക് നിങ്ങൾ സാമീപ്യം തേടണം. അപ്പൊ ആ സാമീപ്യം തേടുക എന്ന് പറയുമ്പോൾ അവിടെ സാമീപ്യം തേടുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് സാമീപ്യം എന്നുള്ളത് ആദ്യം അറിയണം. സാമീപ്യം എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പം. അപ്പൊ അള്ളാഹു നമ്മളും തമ്മിലുള്ള അടുപ്പം എന്താ? അത് പറയുന്ന കുറെ ആയത്തുകളുണ്ട്.
അപ്പൊ എങ്ങനെ ഈ സാമീപ്യം തേടല്? ഇത് രണ്ടും മനസ്സിലാക്കുമ്പോഴാണ് അവിടെ നമുക്ക് കൃത്യമായ അതിൻ്റെ ഒരു ഇസ്ലാഹ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? തവസ്സുലുമായി ബന്ധപ്പെട്ട അവിടെ നമ്മൾ എന്താണ്, റസൂൽ എങ്ങനെ തവസ്സുൽ നടത്തിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാർ നടത്തിയ ഇസ്ലാഹ്, അതിൻ്റെ ബാറ്റൺ നമ്മളെടുത്ത് തന്നു. ആ ബാറ്റണിൽ മാറ്റം വരാൻ പാടില്ല. ബാറ്റൺ മാറ്റിയിട്ട് അത് വേറെ നമുക്കിഷ്ടമുള്ള ഒരു ബാറ്റൺ എടുത്ത് ഓടിക്കഴിഞ്ഞാൽ ആ കാര്യം മനസ്സിലായില്ലേ? അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു കണക്ഷൻ കിട്ടൂല, ഇത് വേറെ ഏതോ ആയി പോവും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടും ഈ ആയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടത്തിയപ്പോഴും എന്താ ചെയ്തത്? ഇതിലെ സാമീപ്യം എന്താന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. പ്രാർത്ഥിക്കുന്ന ആള് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാൽ അവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ. ആ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. ആരെങ്കിലും എന്നെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നീ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇനി ഖരീബ്, ഞാൻ അടുത്തുണ്ട്. അപ്പൊ എൻ്റെ അടുത്തുള്ള ഒരു ശക്തിയാണ് അള്ളാഹു എന്നുള്ളത് അള്ളാഹ് ബോധ്യപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. പ്രാർത്ഥിക്കുന്നവൻ അവന് ബോധ്യപ്പെടണം അവന്റെ അടുത്ത് ഞാനുണ്ട്. ആ പ്രാർത്ഥിക്കുന്നവൻ അതിലേക്ക് വേറെ ഇടയാളന്മാരെ ഒന്നും ചേർത്തേണ്ടതില്ല പ്രാർത്ഥനയുടെ വിഷയത്തിൽ എന്ന് അവന് ബോധ്യപ്പെടണം. എന്നിട്ട് അവൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് ഞാൻ ഉത്തരം നൽകും. ആ ഉത്തരം നൽകൽ എങ്ങനെയാണ്? 3 ഭാഗമായിട്ടാണ് ഉത്തരം നൽകുക. ഞാൻ അതിന്റെ ഭാഗമായിട്ട് വിശദീകരിച്ച് പോവല്ല. ഒന്നുകിൽ ഇവിടുന്ന് തന്നെ തരും, അല്ലെങ്കിൽ വേറൊരു പ്രയാസം മാറ്റിത്തരും, അതല്ലെങ്കിൽ പരലോകത്ത് നിന്ന് അത് കിട്ടുക. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിൽ നിരാശപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. എന്നാൽ പ്രാർത്ഥനയിൽ ഇടയാളന്മാരെ ചേർക്കാൻ വല്ല സ്കോപ്പുണ്ടോ? അപ്പോൾ ഈ ആയത്തിനെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികൾ ആരായിരുന്നോ ആ എതിരാളികൾ ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു? ആ പ്രവർത്തനം ഇവിടെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ബാറ്റൺ ഇങ്ങനെ ഏറ്റെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന, അതിനെ ഇസ്ലാഹിന്റെ വഴിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവര് ഇപ്പോൾ ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങൾക്ക് അവർ ന്യായമായി പറയുന്നത് വബ്തഗൂ ഇലൈഹിൽ വസീല. പിന്നെ വേറെ വിശുദ്ധ ഖുർആനിലെ വേറെ ചില ആയത്തുകളൊക്കെ പിന്നെ കോട്ടിമാറ്റി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. അള്ളാഹുവിലേക്ക് വസീല തേടണം, ഇടയാളന്മാരെ ചേർക്കണം. അള്ളാഹുവിലേക്ക് വസീല തേടുക, ഇടതേട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് അടുക്കുക. അഥവാ അള്ളാഹു നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. ആ അടുപ്പം നമുക്ക് കറക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതാ പറഞ്ഞു അള്ളാഹു അടുത്തുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഖുർആനിലുണ്ട്. ഇന്ന റബ്ബീ ഖരീബും മുജീബ്. എൻ്റെ റബ്ബ് അടുത്തുണ്ട്. അള്ളാഹ് അടുത്തുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു പിന്നെ അദ്വൈതവാദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ല പടച്ചോൻ പറഞ്ഞു. മറിച്ച് പ്രാർത്ഥിക്കുന്ന ആള് എന്നോട് പ്രാർത്ഥിച്ചോട്ടെ, ഞാൻ അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളുടെ മന്ദവും ഒക്കെ അറിയുന്നവനാണ് പടച്ചോൻ. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ടനാടിയേക്കാൾ അടുത്തുണ്ടടോ ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ റബ്ബിലേക്ക് അടുക്കാൻ ഒരു പിന്നെ യാതൊരുവിധ കഴിവും ശേഷിയുമില്ലാത്ത നമ്മളെപ്പോലെ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലത്തെ അടിമകളെ നിങ്ങൾ വിളിക്കുകയാണോ പടച്ചോൻ ചോദിക്കാം. അപ്പൊ പിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, വസീല തേടുക എന്ന് പറഞ്ഞത് വിജയിക്കാനുള്ള മാർഗമാണല്ലോ, വിശ്വാസികളോട് പറഞ്ഞതുമാണല്ലോ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? സൽക്കർമ്മങ്ങൾ നിരതമായി ചെയ്യുക. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത് വസ്ജുദ് വഖ്തരിബ്, നീ സുജൂദ് ചെയ്യ് എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്ക്. കൃത്യം, വളരെ കൃത്യം. നീ സുജൂദ് ചെയ്യ് എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്ക്. അതുകൊണ്ട് റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ തിരുദൂതരോട് ചോദിക്കാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പഠിപ്പിച്ചു തരൂ റസൂലേന്ന്.
അപ്പോ എന്നാ ഈ ചോദിച്ചോ, അള്ളാന്റെ തിരുദൂതര് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ സൽ, നീ ചോദിക്ക്. ആ ചോദിക്കുന്ന സമയത്ത് റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ചോദ്യം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അങ്ങയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരു സഹവാസം കിട്ടലാണ് എൻ്റെ ആഗ്രഹം, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനത് ചോദിക്കുന്നു. ആ സമയത്ത് അള്ളാന്റെ റസൂൽ കൊടുക്കുന്ന ഒരൊറ്റ മറുപടി, ഫഅഇന്നീനി, എങ്കിൽ നീ എന്നെ സഹായിക്ക്, ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായിക്ക്, എങ്കിൽ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായിക്കുക. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് എപ്പോഴാണ്? എന്താ? സുജൂദ്, സുജൂദിലായിരിക്കുന്ന സമയത്താ. അതുകൊണ്ട് നിങ്ങൾ എന്തും ചോദിക്കുക അവിടുന്ന് എന്നാ പറഞ്ഞത്. അവിടുന്ന് നമ്മൾ പടച്ചോനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും അടുത്ത് തന്നെയാണുള്ളത്. നിസ്കാരത്തിലായിരിക്കുമ്പോൾ ഒക്കെ, ഇബാദത്തിലായിരിക്കുമ്പോഴൊക്കെ അള്ളാഹിനോട് അടുത്ത് തന്നെയുള്ളത്. പക്ഷെ ആ അടുപ്പത്തിൽ കുറച്ചും കൂടി കൂടുതൽ അടുപ്പുണ്ടാണ് സുജൂദിലാണ്. ഞാനത് വിശദീകരിച്ചു പോണില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായൊരു ഭാഗമാണ് ഈ സ്വലാഹ്, അതിലെ വ്യതിയാനങ്ങൾ, അതിലെ വസ്തുതകൾ, ഇതൊക്കെ പറയാന്നുള്ളത്. അതൊരു കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത്, ഈ തവസ്സുൽ എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ട് അള്ളാഹുവിലേക്കുള്ള ഇബാദത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അവരും പറയണെന്താ, ഞങ്ങൾ ഇബാദത്തിനൊരു പ്രശ്നവും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നാ. പക്ഷെ നോക്കുങ്ങള്, ഇബാദത്ത് എന്ന് പറയുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ദുആഉം ഇബാദത്തും ഒക്കെ ഒന്നാണെന്ന് റസൂൽ പരിചയപ്പെടുത്തി. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബു ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് അവൻ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്നോട് ദുആ നടത്തണം, അസ്തജിബു ലക്കും, നിങ്ങളുടെ ദുആഇന് അപ്പോൾ ഞാൻ ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. നോക്കൂ, ഒരൊറ്റ ആയത്തില് ദുആഇനെ പറഞ്ഞപ്പോ ഖുർആൻ കൊണ്ട് നമുക്ക് കിട്ടിയ കാര്യം എന്താ? ദുആ തന്നെയാണ് ഇബാദത്ത് എന്നുള്ളതാ. എന്താ കാരണം? ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. എൻ്റെ റബ്ബ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ദുആ ചെയ്യ് എന്ന് നിങ്ങളോട് പറഞ്ഞു. എന്താ കാരണം? അവനാണ് നിങ്ങൾക്ക് ഉത്തരം തരുള്ളൂ. എന്നാൽ ഈ ദുആ നിങ്ങൾ നടത്താതെ അഹംഭാവം നടിച്ച്, അഹങ്കാരം നടിച്ച്, നിങ്ങൾ തവസ്സുലിന്റെയും ഇസ്തിഗാസയുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഏതുപോലെ മങ്കൂസ് മൗലിദിൽ പറയുന്നത് പോലെ, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. ലോകം തന്നെ പടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയുടെ നൂറിനെ പടച്ചിരുന്നു അത്രേ. അസംബന്ധം പറയാം. എന്താ അസല്? ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? ഒന്നുമില്ല. അതൊന്നും ചോദിക്കരുത്. ഊരും പേരറിയാത്ത യാതൊരു ഓവറിന്റെ ആൾക്കാർ എഴുതിണ്ടാക്കിയ സാധനം, ആരാ എഴുതിയെന്നത് പോലും ഒരു വകുപ്പില്ലാത്ത ഒരു സാധനത്തിൽ പറയാണ് മുഹമ്മദ് നബി നൂറിനെ പഠിച്ചു. എന്തിനാ പറഞ്ഞതെന്നറിയോ? ഈ തവസ്സുലും ഇസ്തിഹാസൊക്കെ പിന്നെ എന്താ പറയാ, അള്ളാഹു അല്ലാത്ത വ്യക്തികളിലേക്ക് പോകാം, അല്ലെങ്കിൽ വസ്തുക്കളിലേക്ക് പോകാം എന്ന് പറയാൻ വേണ്ടി തെളിവുണ്ടാക്കാനാണ്. എന്നിട്ട് അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പറയുന്നു, അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ നൂറിനോട് തവസ്സുൽ നടത്തി. ആ തവസ്സുൽ നടത്തിയപ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു. എന്നാൽ ഖുർആനിലുള്ളതോ ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഞങ്ങൾ രണ്ടുപേരോടും അക്രമം പ്രവർത്തിച്ചു. കുറേ ആശയങ്ങളുണ്ട് അതിലൊക്കെ, പറയാൻ സമയമില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചു. അവിടെ ശൈത്താനോട്
ശൈത്താനിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ പിന്നെ ചാരി പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ആകണ്ടായിരുന്ന ലോകത്ത് ആകണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ആദം നബിക്ക് മാത്രമാണ്. കാരണം ആദം നബിനെ മാത്രം ഡയറക്റ്റ് എന്ത് ചെയ്തത്, അവിടെ ഒരു ഇടപെടലുണ്ടായത്. എന്നിട്ടും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിൻ്റെ അടുത്ത് കിട്ടിയ കൽപ്പനകളൊക്കെ വിചാരിച്ച് അതിനൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ആദം നബി നടത്തിയ തേട്ടം എങ്ങനെയാണ്? റബ്ബന വലംനാ, ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു, അംഫുസന, ഞങ്ങളെ അല്ലെ, ഞങ്ങളെ ആക്രമിച്ചു ശൈത്താൻ എന്ന ഒരു വാക്കൊന്നല്ലോട് പറഞ്ഞ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ ഖാസിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകും, നഷ്ടക്കാരായിത്തീരും. അപ്പൊ ഈ ആയത്തിനെ എടുത്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ആയത്തിനെടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ മൗലാനമാരെന്നറിയപ്പെടുന്ന ആൾക്കാര് അവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ മുജാഹിദുകൾ പറയുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയത് അള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന മങ്കൂസ് മൗലീദിലുള്ള തവസ്സുൽ നടലഹു വല്ലദീ തവസ്സല ബിഹി ആദം എന്ന് പറയുന്നത് തെറ്റല്ലേ എന്നവർ ചോദിക്കുന്നല്ലോ. അപ്പൊ എന്നിട്ട് അവരതിന് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഫതലക്ക ആദമു ബിഹി റബ്ബി, അല്ലേ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ റബ്ബിൽ നിന്നുള്ള കലിമാത്ത് ഫതലക്ക ആദം ബിഹി കലിമാത്തിൻ, കുറച്ച് കലിമത്തുകൾ കിട്ടി. കുറച്ച് കലിമത്തുകൾ കിട്ടി. ഫതാബാലൈ, അതുകൊണ്ട് എന്ത് ചെയ്തു? ആദം നബിക്ക് പശ്ചാത്താപം ലഭിച്ചു എന്നുള്ള ലെവലിൽ പറയണ്ടല്ലോ. അപ്പൊ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. കലിമാത്ത് എന്നാണ് അവിടെ പറഞ്ഞത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുത്ത ഒരു കലിമത്ത് മാത്രമാണ് റബ്ബന വലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ. നിങ്ങളൊക്കെ കൗമിനെ എങ്ങനെയാണ് പറഞ്ഞു ധരിപ്പിക്കണത്? എന്നിട്ട് എന്തിനാ അതൊക്കെ ഉണ്ടാക്കണ അറിയോ? ഒരു കലിമത്ത് മാത്രമാണ് പടച്ചോൻ പഠിപ്പിച്ചു കൊടുത്ത റബ്ബനാ വലംനാ. അത് ഖുർആനിൽ പറഞ്ഞുള്ളൂ. ഖുർആനിൽ തെറ്റിയതാണ്. ഏത്? ഖുർആനിൽ അള്ളാഹു പറയാൻ വിട്ടുപോയതാണ് ബാക്കി കലിമത്തുകളൊക്കെ. അത് ഈ മങ്കൂസ് മൗലീദൊക്കെ വരുമ്പോൾ അതിലൊക്കെ ഉണ്ടാകുമല്ലോ, അതിന്ന് ആൾക്കാർ മനസ്സിലാക്കിക്കോളോ എന്ന് കരുതിയിട്ട് അത് വിട്ടുപോയതാണ്. ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ എൻ്റെ വാക്കായിട്ട് പറയണല്ല, മറിച്ച് വളരെ കൃത്യമായി ഇങ്ങനെ വിശദീകരണം കൊടുക്കണത്. അപ്പോ മറ്റൊരു കലിമത്ത് എന്താ? ഈ കലിമാത്ത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കലിമത്തിന്റെ ജം ആണല്ലോ. അപ്പൊ കുറെ കലിമത്തുകൾ ഉണ്ടാണല്ലോ, ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പ. എന്നിട്ട് അറബിയിൽ അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്നു? കലിമാത്ത് എന്ന് പറയുമ്പോൾ ആ കലിമാത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു കലിമത്താണ് പിന്നെ മുഹമ്മദ് നബിനോട് തേടിയ തവസ്സുൽ. അത് പടച്ചവന് വിട്ടുപോയതാ. മനസ്സിലായോ? ഇനി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി മാത്രമാണോ പറയുക? അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഈ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഈ കലിമത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പടച്ചോനോട് മാത്രമേ തേടാൻ പാടുള്ളൂ, പടച്ചോൻ മാത്രമേ അവിടെ പഠിപ്പിച്ചു കൊടുക്കാനുള്ളൂ. ഇങ്ങനൊരു നൂറിനെ, മുഹമ്മദ് നബിന്റെ നൂറിനെ പടച്ചിരുന്നു എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇനി അവിടെ മാത്രമാണോ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഫസ്തഗാസ ബിഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും ഇതേ നൂറിനോട് തന്നെ തേടി അത്ര ഇസ്തിഗാസ നടത്തി. ഫനജാ മിനർ റദ, അപ്പൊ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ നൂഹ് നബി രക്ഷപ്പെട്ടു. എന്നാൽ ഖുർആൻ പറയുന്നത് എന്താണ്? ഖുർആൻ പറയുന്നത് ഫനജൈനാഹു വമൻ മഅഹു ഫീ ഫുൽകിൽ മശ്ഖൂൻ, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരെയും ഭാരം നിറക്കപ്പെട്ട കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തി. നജ്ജൈനാഹു, ഇവിടെ ഫനജാ മിനർ റദ, മുഹമ്മദ് നബിന്റെ നൂറ് രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരു അസുലും ഇല്ലാത്ത, ഒരു അടിസ്ഥാനം ഇല്ലാത്ത ഈ മങ്കൂസ് മൗലീദാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? എന്നിട്ട് അതിന് ഇസ്തിഹാസ നടത്താൻ അല്ലല്ലാത്ത ഈ ബാക്കിയുള്ള മശായിഹന്മാരെയൊക്കെ വെച്ചിട്ട് ഇസ്തിഹാസ നടത്താൻ തെളിവ് പിടിക്കുകയാണോ വേണ്ടത്? അതല്ല. ഫനജൈനാഹു, നാം രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന അള്ളാന്റെ കൗലിലേക്ക് മടങ്ങാണോ വേണ്ടത്? നമ്മൾ ആലോചിക്കണം. ഇനി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ ഇസ്ലാഹിന്റെ ഏറ്റവും വലിയ യോദ്ധാവായിട്ടുള്ള, അതിൻ്റെ പേരിൽ എല്ലാവിധ ആ പരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ തൗഹീദ് ഉണ്ടല്ലോ, ആ തൗഹീദ് പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും രക്ഷ കിട്ടിയത് സുൽബിൽ വകാന ഫി സുൽബി ഇബ്രാഹിം,
ഇബ്രാഹിം നബിന്റെ മുതുകത്ത് ഈ നൂറുണ്ടായിരുന്നത്രേ. അപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് ഹീന ഉൽക്കിയ ഫിന്നാർ, എപ്പോ ഈ തീകുണ്ടാരത്തിൽ, നമ്രൂദ് ഒരുക്കിയ തീകുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെടുമ്പോൾ. പക്ഷെ പടച്ചോൻ പറയാണ് ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ തീയെ നീ തണുപ്പും സമാധാനവുമായി വർത്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒന്നും വിശദീകരണങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ദുആ തന്നെ. ദുആ ഈസ് ഈക്വൽ ടു ഇബാദത്ത്. കാരണം ഈ ആയത്ത് സൂറത്ത് ഗാഫിറിൽ മാത്രമാണ് അത് പറയുന്നത്, അല്ല സൂറ അഹ്കാഫിൽ 5-6 വചനങ്ങൾ നോക്കിയാൽ വമൻ അദല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹ് മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഏറ്റവും വഴി വെച്ചു പോയവൻ ആരാന്ന് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തില് മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഏറ്റവും വഴി വെച്ചു പോയ ആൾക്കാരാണ്. എന്നിട്ട് ആരാണ് അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്ത ഏതൊക്കെയോ പടുവിഡ്ഢികളെയും, അതല്ലെങ്കിൽ ഏറ്റവും മഹാന്മാരായി ജീവിച്ച ആൾക്കാരും, അവരെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിന് ഉത്തരം കൊടുക്കാൻ, ദുആഇന് ഉത്തരം നൽകാൻ കഴിയാത്ത അശക്തരാണവർ, അല്ലേ? വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ. അവിടെ പറഞ്ഞുട്ടോ, 1-ാമത്തെ ആയത്തിൽ 5-ാമത്തെ ആയത്തിൽ സൂറ അഹ്കാഫിൽ 5-ാമത്തെ ആയത്തിൽ പറയുന്നു വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവർ അവരുടെ ദുആഇനെ പറ്റി അശ്രദ്ധരാണ്, അതിന് ഉത്തരം കൊടുക്കാൻ അശക്തരാണ്. ഉത്തരത്തിന്റെ പോട്ടെ, ദുആഇനെ പറ്റി തന്നെ എന്താണ്? അശക്തരാണ് അല്ലെങ്കിൽ അശ്രദ്ധരാണ്. എന്നിട്ട് പറയണം അടുത്ത ആയത്തിൽ പറയുമ്പോൾ വൈദാ ഹുശിറന്നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കാനൂ ലഹും അഅദാ, അവർക്ക് ശത്രുക്കളായിരിക്കും. ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ശത്രുക്കളായിരിക്കും വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടിരുന്ന മുഹീദ്ദീൻ ഷെയ്ഖും അമ്പറന്തങ്ങളും ബദരീങ്ങളും ഒക്കെ. എന്നിട്ട് പറയാണ് വകാനൂ ബി ഇബാദതിഹിം കാഫിരീൻ, അവർ ആകട്ടെ ഈ ആൾക്കാരുടെ ഇബാദത്തുകളെ നിഷേധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ആയത്തിൽ തന്നെ എന്തു പറയാണ്? ദുആ തന്നെയാണ് ഇബാദത്ത് എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയാകുന്ന ആ ഇബാദത്തിനെ അവർ നിഷേധിക്കുന്നതാണ് ഇവിടെയൊക്കെ പറഞ്ഞത്. അപ്പൊ ഹുവൽ ഇബാദ, ആ ഭാഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരൊന്നുമില്ലാതെയും ഇപ്പോൾ ആ ഭാഗത്ത് ഇസ്ലാഹിന്റെ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും വലിയ അതിൽ മാന പറയുന്നിടത്തും തരീഫ് പറയുന്നിടത്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന് 2-ാം ഭാഗം എന്താ? ഇബാദത്ത് എന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇസ്തിആനത്താണ് പിന്നെ വരുന്നത്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞ അതേ സ്ട്രെസ്സിൽ തന്നെ അതേ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അടുത്തവും പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു ഇയ്യാക്കാന്നോ നസ്തഈനു ഇയ്യാക്കാന്നൊക്കെ പ്രയോഗിക്കാലോ, പക്ഷെ അവിടെ ഒന്നുകൂടി അതിലേക്ക് മാത്രം എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഇയ്യാക ആദ്യം വന്നത്. ഇയ്യാക നഅ്ബുദു അറബി ഭാഷയുടെ ഘടന പ്രകാരം ഇങ്ങനെ ഉപയോഗിക്കാം, നഅ്ബുദു ഇയ്യാക നസ്തഈനു ഇയ്യാക എന്നൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അവിടെ പ്രയോഗിച്ച എന്താ? ഇയ്യാക നഅ്ബുദു. ഇനി അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഈ ഭാഗത്തെ മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങളിൽ ഞങ്ങൾ പടച്ചോനെ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് അർത്ഥം വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകാധ്യാപനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു അർത്ഥം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ, സാധാരണഗതിയിൽ എൻ്റെ മുമ്പിൽ കാണുന്ന മനുഷ്യന്മാർ, അവരിൽ നിന്ന് എനിക്ക് തേടാൻ പറ്റുന്ന സഹായങ്ങൾ അത് അവരവിടെ ഉണ്ട്, അവർക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. കാരണം എനിക്കറിയാം അവർക്കത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. അവിടെ നല്ല എന്തുണ്ട്, ആശയ വിനിമയങ്ങൾ നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ, എല്ലാ മാധ്യമങ്ങളും ഓക്കെയാണ് എങ്കിൽ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റും എന്നറിയാം. ഇത് വിശുദ്ധ ഖുർആൻ അനുവദിക്കുന്ന സഹായത്തേട്ടമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ സഹായത്തേട്ടവുമാണ്. ഇതിനെന്താ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മണ്ടൻ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടിയത്?
ഞങ്ങൾ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നിന്നോട് മാത്രം തന്നെ സഹായം തേടണം. അള്ളാഹിനോട് തന്നെ എല്ലാത്തിലും സഹായം തേടേണ്ടത്. എങ്ങനെ? നമ്മളൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള ആ വ്യക്തിയോട് കടം ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി തരണേ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഉള്ളിലെ തേട്ടം പടച്ചവനോട് തന്നെയാണ്. അവിടെ അതിലൊന്നും യാതൊരു തർക്കമല്ല. എന്നാൽ എനിക്ക് ഒരാളോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ, ആ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ മനുഷ്യ കഴിവ് എന്നുള്ളതിൽ എന്ത് വരുന്നില്ല, പ്രശ്നങ്ങൾ വരുന്നില്ല. അവിടെ യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും വരുന്നില്ല. കാരണം അതിന് ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട്. മാത്രമല്ല അത് നമ്മുടെ ഒരു പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു നിയമം കൂടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികമായ സഹായങ്ങൾക്കൊക്കെ എന്താ പറയുക, പടച്ചവനോട് ചോദിക്കല്ല ചെയ്തത്. മറിച്ച് വഴി അറിയാൻ വേണ്ടിയിട്ട് സ്വഹാബത്തിനോട് അതേലേ നല്ലത്, പോകാൻ നല്ലത് ചോദിക്കുന്നു. റസൂലിന് പടയങ്കി ജൂതൻ്റെ വീട്ടിൽ പണയപ്പെടുത്തിയിട്ട് ക്യാഷ് വാങ്ങുന്നു. അല്ലെങ്കിൽ അന്നത്തെ മാധ്യമങ്ങൾ എന്താണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയല്ല. എങ്കിൽ പോലും ഇവിടെ ചില ആൾക്കാർ ഇതിൻ്റെ താരീഫ് കൊടുക്കുമ്പോൾ, ഇതിൻ്റെ നിർവചനം കൊടുക്കുമ്പോൾ മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ ഏത് നിലക്കാണെങ്കിലും അത് ചോദിക്കുന്നത് അത് മറ്റേതൊരു വ്യക്തിയോട് എങ്ങനെ എന്തിനോട് ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് പറയുന്നതിൻ്റെ ആ നിർവചനത്തിന് മാറ്റിയിട്ട് മനുഷ്യ കഴിവ് എന്നുള്ളത് വിട്ട് സൃഷ്ടി കഴിവ് എന്നാക്കി. അത് ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ നമ്മൾ ധാരാളമായി കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇസ്ലാഹിൻ്റെ ദീപശിഖയേന്തി നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യാണ്. പക്ഷെ എങ്കിലും ഇവിടെ ചില ആളുകൾ വിശുദ്ധ പശുക്കളായി വാണുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ അവര് തൗഹീദിൻ്റെ നിറകുടങ്ങളായും അതുപോലെ തന്നെ വലിയ പരിശുദ്ധരായുമൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വലിയ ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകന്മാർ നടത്തിയ ഇസ്ലാഹിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗം വിശ്വാസം റെഡിയാക്കലായിരുന്നു. വിശ്വാസം റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശ്വാസത്തിൻ്റെ നിർവചനം പറയുന്ന സമയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ആണ് വേണ്ടത്. അപ്പോൾ ആ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അത് മനുഷ്യനോട് ചോദിക്കാം എന്നതിൽ കവിഞ്ഞ് വേറെ അതിനെ സൃഷ്ടി കഴിവാക്കി മാറ്റാൻ ഒരു നിർവാഹമില്ല. ഇത് ഇനി വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ, മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമല്ലോ. അതും നമ്മൾ ഖുർആനിൽ നിന്ന് തന്നെ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സൂറ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അധ്യായങ്ങളിലൂടെ അള്ളാഹിൻ്റെ വിശേഷണങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു ഭാഗത്ത് അള്ളാഹു പറയാണ് അള്ളാഹിൻ്റെ വിശേഷങ്ങളൊക്കെ പറ്റി പറഞ്ഞ സൂര്യനെ പറ്റി നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പ്രകൃതി പ്രതിഭാസങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് പറയണം ആ ഇലാഹുമ്മ അള്ളാഹ്. ഇങ്ങനെയുള്ള അള്ളാഹുവിന് നിങ്ങൾ വേറെ അള്ളാഹ്ക്ക് വേറെ സമന്മാരുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ ഇലാഹുമ്മ അള്ളാഹിൻ്റെ കൂടെ വേറെ ഇലാഹുകളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ബൽ അക്സറുഹും ലാ യഅലമൂൻ, എന്നാൽ പല ആൾക്കാരും ഇത് അറിയാത്തവരാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. കുറേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മുശ്രിക്കുകളായിട്ടല്ലാതെ അധികം ആൾക്കാരും വിശ്വസിക്കുന്നില്ല. ഇത് ഖുർആനിന്റെ നസ്സാണ്, ഖുർആന്റെ ഗണ്യതമായ അഭിപ്രായമാണ്. എന്നിട്ട് ഇവിടെ സൂറത്തുൻ നംലിൽ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ അറിയോ? അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദആ. മുട്ടാൻ പറ്റുന്ന വാതിലുകൾ മുഴുവൻ മുട്ടി. ഞാൻ അതിന്റെ പച്ച മലയാളം പറയണത്. മുട്ടാൻ പറ്റുന്ന എല്ലാ വാതിലുകളും മുട്ടി. ചോദിക്കാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചോദിച്ചു. എത്തിപ്പെടാൻ പറ്റുന്നിടത്തെല്ലാം എത്തിപ്പെട്ടു. എന്നിട്ട് വഴിയടഞ്ഞ ബുദ്ധിമുട്ടിയ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന ഒരു റബ്ബില്ലടോ നിനക്ക്, എന്തിനാടോ പിന്നെ അവനിൽ വേറെ ആരെങ്കിലും പങ്കു ചേർക്കുന്നതെന്ന് പറയുന്നിടത്ത് എന്തുണ്ട്? നമുക്ക് തേടാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ഭൗതികമായി നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്യാം എന്നൊരു പരിധി അവിടെ വന്നു.
എന്നാൽ അതിനെ സൃഷ്ടി കഴിവിൻ്റെ അപ്പുറത്തേക്ക് ഇയ്യാക നസ്തഈനെ കൊണ്ടുപോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികളിൽപ്പെട്ട മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്. അപ്പോൾ ഇസ്ലാമികമായി പ്രമാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജിന്നുകളോടുള്ള സഹായതേട്ടം ഇവര് ഇന്ന് ഇത് പ്രചരിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയോ ചില ലാഭങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇതിന്നൊക്കെ. ജിന്നുകളോട് സഹായം തേടാം എന്നത് എന്തിനാ വാദിക്കണമെന്ന് അങ്ങനെ ഒരു ചർച്ചന്റെ ആവശ്യം വരുന്നുണ്ടോ? അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു. എല്ലാ പ്രയാസങ്ങളും എല്ലാ വിധത്തിലുള്ള മനുഷ്യനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ പടച്ചോൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കേണ്ടവനാണ് വിശ്വാസം. പിന്നെ ഒരു ജിന്നുമില്ല, ഒരു മലക്കുമില്ല. ചോദ്യം മുഴുവൻ പടച്ചോനോട്. എന്നാൽ അതിൻ്റെ അടുത്ത് വിജന പ്രദേശത്തെത്തുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ജിന്നുണ്ടല്ലോ, ഒരു മലക്കുണ്ടല്ലോ, ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. നമ്മളെന്തിനാ ചോദിക്കണത്? ഞാനതിനെ നിസാരവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ കാര്യങ്ങൾ പറയണത്. നോക്കൂ, നിങ്ങൾ പ്രമാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു എന്നല്ല നമ്മൾ പറയേണ്ടത്, ഉണ്ടായിരുന്നു. എന്നാൽ ഖുർആൻ അതിനെങ്ങനെ പരിചയപ്പെടുത്തിയത്? ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. വിശുദ്ധ ഖുർആൻ സൂറ ജിന്നിലെ 6-ാമത്തെ വചനം, ആ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾക്കുണ്ടായിരുന്ന വിശ്വാസത്തെ പരിചയപ്പെടുത്താണ്. ഞാൻ പറയുന്നത് ഓരോ വാക്കും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി, അവര് മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി. ആ കാലഘട്ടങ്ങളിൽ ജിന്നുകൾ ഖുർആൻ കേട്ട സന്ദർഭത്തിലാണ് ഈ ഇതൊക്കെ പറയണത്. ഞാൻ അതിൻ്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട അവിടെ പ്രസിദ്ധനാണ് എന്ന് ധരിക്കുന്ന, അത് കണ്ടിട്ടൊന്നല്ല, അങ്ങനെ ആയേക്കാം എന്ന് കരുതുന്ന ഒരു വ്യക്തി ഒരു ജിന്നിനോട് എന്ത് ചെയ്യാണ്? പിന്നെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാര് യഊദൂന ഇസ്തിആദത്ത് നടത്തുകയാണ്. അവര് സഹായം തേടുകയാണ്, അഭയം തേടുകയാണ്. അത് നിമിത്തം അവരുടെ അഹങ്കാരം വർദ്ധിച്ചു, ഫസാദുഹും റഹഖ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ വിജന പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാം എന്ന വിശ്വാസക്കാര് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. എന്നാൽ അവിടെ അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാരൊക്കെ ഏത് രൂപത്തിലായിരുന്നു, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും എങ്ങനെയായിരുന്നു? അവരത് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക മാത്രമല്ല, ജിന്നുകളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ തന്നെ പിന്നെ അത് ആ വിശ്വാസത്തിൽ പ്രയാസങ്ങളുണ്ടായി. കാരണം ജിന്നുകൾ നമ്മൾ ഭൗതികമായി ശാരീരികമായി ഒരു ഉപദ്രവമൊന്നും വരുത്തൂല. അങ്ങനെ വിചാരിക്കുന്നതിന് പ്രശ്നം. നമ്മൾ സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങൾക്ക് നമ്മുടെ ചർച്ചയെ കൊണ്ടുപോകാം. ഇസ്ലാഹ് എന്ന് പറയുന്നത് ഇവിടെ നടക്കേണ്ടതാണ്. ആർക്കിടയിൽ നടക്കേണ്ടതാണ്? ഇസ്ലാഹിൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞ് കയ്യും കാലും പിന്നെ ഒക്കെ ഉഷാറായി കഴുകി തേച്ച് മിനുക്കി പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ ഓരോ ഇത് ഇസ്ലാഹാന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ തന്നെ ഇസ്ലാഹ് നടത്തേണ്ട കോലത്തിലാണ് നമ്മൾ പോണപ്പോൾ. ആലോചിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മളോട് പറയാണ്. ജിന്നുകളോട് അവർ ജിന്നുകളിൽ നിന്ന് പ്രയാസങ്ങൾ പേടിക്കുകയും ചെയ്തിരുന്നു, ജിന്നുകളോട് അഭയം തേടുകയും ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ അറിയണം, അടിസ്ഥാനപരമായി നമ്മളിവിടെ അറിയേണ്ട കാര്യം, ജിന്നുകളുടെ ഈ കാര്യങ്ങളൊക്കെ റസൂൽ അറിയുന്നത്, അള്ളാന്റെ തിരുദൂതർ അറിയുന്നത് എങ്ങനെയാണ്? ഖുൽ ഊഹിയ ഇലയ്യ, എനിക്ക് വഹി കിട്ടിയെന്ന് പറയ് റസൂലേ, എനിക്ക് വഹി കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്ക റസൂലേൻ. അപ്പൊ റസൂലിന് അതുവരെ അറിയില്ലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടത് ജിന്നുകളിലേക്കും മനുഷ്യന്മാരിലേക്കും ഒരു സംശയമല്ല. പക്ഷെ ജിന്നുകൾ അവർ അറിയുന്നു. എങ്ങനെ അറിയുന്നു? അവർക്കറിയാനുള്ള അവസരമുണ്ട്. എന്നാൽ ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണൂല, അവർ നിങ്ങളെ കാണും. ഇതാണ് ഒരു ട്വിസ്റ്റിങ്. അപ്പൊ ജിന്നുകൾ ആരാ?
നമ്മളെ കാണുന്നുണ്ടാകും, പക്ഷെ നമുക്ക് ഓരെ കാണാൻ പറ്റൂലല്ലോ. പിന്നെ ചർച്ചല്ലല്ലോ. അപ്പൊ ഇസ്ലാഹ് എന്താ? ജിന്നുകൾ നമ്മളെ കണ്ടേക്കാം, നമുക്കവരെ കാണാൻ പറ്റാത്തോണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ അഭൗതികമാണ്, ഗൈബിയ് ആണ്. അദൃശ്യമായ സഹായം പ്രതീക്ഷിക്കലാകും. പിന്നെ ഓരോന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ്, കരിഞ്ഞ ശിർക്കാണ്. ആ ശിർക്കിനെ കൃത്യമായി പരിചയപ്പെടുത്താണ്. ഇതൊക്കെ ജിന്നുകൾ അവരും വിചാരിച്ചിരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അങ്ങനെ പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ ആയത്ത് നോക്ക്, നമ്മള് വിശുദ്ധ ഖുർആനിലെ സൂറ ജിന്നിലെ രണ്ടാമത്തെ ആയത്തും വെച്ചിട്ട് നോക്കണം. ഇതെല്ലാവരും പരിശോധിക്കണം. എന്താ പറയുക, നമ്മുടെ വിശ്വാസം കറകളഞ്ഞതാകണം, അത് വളരെ ബലവത്തായതാണ്. നമ്മൾ പിടിക്കണ കയറ് ഖുർആൻ പറഞ്ഞില്ലേ, ലംഫിസ്വാമലഹ, അത് പൊട്ടിപ്പോല. പടച്ചോനിൽ അഭയം പ്രാപിച്ചതാണ് കയറാണെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്. അതിൽ നമുക്ക് കൃത്യമായ ധാരണകൾ ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ നോക്കൂ നിങ്ങൾ, സൂറ ജിന്നിലെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾ ഖുർആൻ കേട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറയാണ്. യഹ്ദീ ഇലർ റുഷ്ദി ഫആമന്നാ ബിഹി. പടച്ചോനെ, ഇത് വല്ലാത്തൊരു റുഷ്ദിലേക്ക്, സന്മാർഗത്തിലേക്കാണല്ലോ നയിക്കുന്നത്. ഫആമന്നാ ബിഹി, ഞങ്ങളിതിൽ വിശ്വസിച്ചു, ഇനി ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. വലനുശ്രിക ബിറബ്ബിനാ അഹദ, ഒരാളെ വെച്ചിട്ടും ഞങ്ങൾ ഇനി പടച്ചവനിൽ പങ്കു ചേർക്കൂല. അല്ലാഹുവേ, ഇതുവരെ ഞങ്ങൾ എങ്ങനെയൊക്കെ പങ്കു ചേർത്തിരുന്നത് 3, 4, 5, 6, 7 ആയത്തുകളിൽ ഇങ്ങനെ പറയാ. ഖുർആൻ പഠിക്കാൻ നല്ല രസാണ്. ഖുർആൻ പഠിച്ചാൽ അടിസ്ഥാനം ഉണ്ടാക്കാം. ഖുർആൻ പഠിച്ചാൽ എല്ലാ കാര്യത്തിന്റെ അടിസ്ഥാനം ഉണ്ടാക്കാം. ഇന്ന് ആൾക്കാർ എവിടെയൊക്കെ പാളിയിട്ടുണ്ടോ, അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് പാളിയതാണ്. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. എന്തുകൊണ്ടാണ് ജിന്നുകളെ വിളിക്കുന്നത് പ്രശ്നമല്ല എന്നുള്ളത് കുറച്ച് ആൾക്കാർ ഉറപ്പിച്ച് നടക്കുന്നത്? അത് അവർക്ക് ഇബാദത്തിന്റെ അടിസ്ഥാനം അറിയാത്തതുകൊണ്ടാണ്. ആ അടിസ്ഥാനം ആരാ പറഞ്ഞിട്ടുണ്ട്? അള്ളയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇതൊന്നും വിശ്വസിക്കാതെ അല്ലെങ്കിൽ ജിന്നുകളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാതെ നടക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പോയത്തക്കാര്, അവരിഞ്ഞ് ഷഹാദത്ത് തിരിച്ചു ചെല്ലണം. നോക്കുങ്ങൾ, കുറച്ചു കാലം മുമ്പ് ഈ വിഷയങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ഒരാള് സംശയം ചോദിച്ചതാ. അല്ല, ഇപ്പോ ഒരാൾ സംശയം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാദം എന്താണോ ആ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുക. അപ്പോൾ ഉസ്താദെ, ഇസ്ലാഹി പണ്ഡിതൻ ആയിട്ടുള്ള ഒരാളോടാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പേരിൽ അറിയപ്പെടുന്ന ആൾ ചോദിക്കുകയാണ്, എനിക്ക് ഒമാനിലേക്ക് പോകണം, ദുബായിലാണുള്ളത്, എനിക്ക് ഒമാനിലേക്ക് പോകണം. എന്നെ ദുബായിൽ നിന്ന് ഒമാനിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റിയ ഒരു ജിന്ന് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഥവാ ഹയ്യാണ്, ഖാദിറാണ്, ഹാലിറാണ്. ഇവിടെ സാന്നിധ്യത്തിലുള്ള, കഴിവുള്ള, ജീവിച്ചിരിക്കുന്ന ഒരു ജിന്നിനോട് ഞാൻ എന്നെ ഒമാനിൽ എത്തിക്കണേ എന്ന് തേടിയാൽ അതിൽ ശിർക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്താണെന്നറിയോ? താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ താങ്കളുടെ സമ്മതം. അങ്ങനെ ഉണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ, പിന്നെ അതിലെവിടെ ശിർക്ക് വരുന്നത്? സാന്നിധ്യം ഉണ്ടല്ലോ, ഖാദിറാണല്ലോ, കഴിവുണ്ടല്ലോ, അതേപോലെ തന്നെ ഹയ്യാണല്ലോ, ഇതൊക്കെ സമ്മതിച്ചല്ലോ, പിന്നെ അതിൽ ശിർക്ക് വരുന്നില്ല. ഞങ്ങൾ വേഗം ഷഹാദത്ത് എല്ലിക്കോളി എന്നിട്ട് മുസ്ലിം ആയിക്കോളി. ഏത് ഞാൻ ഈ പറയുന്ന ഓരോ വാചകങ്ങളും നമ്മൾ കൃത്യമായി ഓർക്കണം. എന്നിട്ട് നമ്മുടെ ആദർശത്തിന്റെ വലുപ്പം എന്താണെന്ന് തിരിച്ചറിയണം. ഇത് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവമാ, ഒരു ഭയങ്കര ദീനിന്റെ നിറകുടങ്ങളാ. ഇസ്ലാഹിന്റെ യാതൊരു വിധത്തിലുള്ള ഒരു മര്യാദ ഇല്ലാത്തൊരു ടീമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുനടക്കണത്. ഇത് നമ്മൾ പറയാനില്ലെങ്കിൽ ലോകത്ത് ഇനി ഈ കേരളക്കരയിൽ പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല പറയാൻ. അതുകൊണ്ട് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട കാര്യങ്ങളെ തിരിച്ചറിയണം. ജിന്നുകളോടുള്ള തേട്ടം എന്ന് പറയുന്നത് കടുത്ത പാതകമാണെന്ന് ഖുർആൻ പറയാണ്. അത് വളരെ കൃത്യമായ അടിസ്ഥാനപരമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ വിശ്വാസങ്ങൾ നമ്മൾ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. അപ്പം ജിന്നുകളോടുള്ള തേട്ടമാകട്ടെ, മലക്കുകളോടുള്ള തേട്ടമാകട്ടെ, ഈ തേട്ടങ്ങളൊക്കെയും ശിർക്കാണ്.
ഈ തേട്ടങ്ങളൊക്കെ ഈ ശിർക്കാണ്. അവരോടൊരു തേട്ടമില്ല, അവരോടൊരു തേട്ടമില്ല. സൂറത്ത് ഫാത്തിറിൽ, സൂറ ഫാത്തിറിൽ 13-14 ആയത്തുകൾ നോക്കുങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ഇങ്ങനെയൊക്കെ ചെയ്തവനാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവൻ്റെ അടുത്ത് മാത്രമാണ് അധികാരമുള്ളത്. ബാക്കിയൊക്കെ അധികാരങ്ങളൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹിൻ്റെ അടുത്ത് മാത്രം അധികാരമുള്ളത്. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ അധികാരം കൊടുക്കുന്നുണ്ട്, ഇല്ല ഉദ്ദേശിക്കുന്ന ആൾക്കാരിൽ നിന്ന് തിരിച്ചെടുക്കണമുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അടിസ്ഥാനപരമായി ആരടുത്താണ് അധികാരമുള്ളത്? അള്ളാഹിൻ്റെ അടുത്ത് മാത്രം അധികാരമുള്ളത്. അങ്ങനെയുള്ള ആ റബ്ബിനെ പരിചയപ്പെടുത്തി പോവാണ്. വല്ലദീന തദഊന മിൻ ദൂനി, നിങ്ങളിൽ അള്ളാഹ്ക്ക് പുറമേയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മായം ലിക്കൂന മിൻ ഖിത്മീർ, അവർ ഒരു കാരക്ക പടച്ചിട്ടില്ല, കാരക്ക ഉടമപ്പെടുത്തിയിട്ടില്ല എന്നല്ല പറഞ്ഞത്, അവരൊരു കാരക്ക കുരുവിന്റെ പാടയെപ്പോലും ഉടമപ്പെടുത്താത്ത ആൾക്കാരാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാണ്. എന്തുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായി സൂറത്ത് ഫാത്തിറിലെ 13-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്തിൽ പറയാണ്, മാ യംലികൂന മിൻ ഖിത്മീർ, അവര് ഒന്നും ഉടമപ്പെടുത്തിയിട്ടില്ല, അവരൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം പറയാണ്, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും, നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഊ ദുആഅകും, അവർ നിങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുകയില്ല. രണ്ടാമത്തെ കാര്യം. അപ്പൊ പ്രാർത്ഥന അവർ കേൾക്കൂല എന്നുള്ളത്. പിന്നെ അടുത്തതെന്താ? വലൗ സമിഊ മസ്തജാബൂ ലക്കും, ഇനി അവർ കേട്ടാലോ, അവർ കേൾക്കുകയാണെങ്കിൽ, വേറെ പല വ്യാഖ്യാനങ്ങളോ ഇതിനൊക്കെ വന്നിട്ടുണ്ട്. മസ്തജാബൂ ലക്കും, ഒരിക്കലും അവരിൽ നിന്ന് ഉത്തരം ലഭിക്കുകയില്ല എന്ന മൂന്നാമത്തെ ശക്തമായ പോയിന്റ് പറയാം. നാലാമത്തെ കാര്യം പറയാണ്, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, അവർ ഖിയാമത്ത് നാളിൽ കാര്യങ്ങളൊക്കെ വെളിക്ക് വരുന്നതായ ദിവസത്തിൽ നിങ്ങൾ ചെയ്തിരുന്നത് ശിർക്കാണ് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ, അവിടുന്ന് പിന്നെ ഒളിയും പറയുന്നില്ലല്ലോ, ആ ശിർക്കിനെ അവർ നിഷേധിക്കും. ആ ശിർക്കിനെ അവർ നിഷേധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് ശിർക്കല്ലട്ടോ എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുന്നു വ്യാഖ്യാനം കൊടുക്കരുത്. മറിച്ച് നിങ്ങൾ ശിർക്ക് ചെയ്തു, അതിനാൽ ഇതാ നിങ്ങളോട് എതിരായിരിക്കുന്നു ഇപ്പോൾ എന്ന രൂപത്തിൽ അവരെതിരാകും. അപ്പൊ എന്തായിരുന്നു മനസ്സിലായത്? ഈ ചെയ്ത പണി ശിർക്കായിരുന്നു. വളരെ കൃത്യം. ഇനി വലാ യുനബ്ബിഉക മിസ്ലു ഹബീർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് പടച്ചോനാണ് കേട്ടോ. 5 പോയിന്റ് പറഞ്ഞിട്ടാണ് അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ചാലും ഈ ആയത്തിന്റെ പരിധിയിൽ മുഴുവൻ മുഫസ്സിറുകളും പരിചയപ്പെടുത്തിയത് എന്താണെന്നറിയോ? അതിൽ എല്ലാ പടപ്പുകളും പെടുന്നു. മനുഷ്യന് പുറമെ ഉള്ള ഏത് സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളെ ആരെ വിളിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ തന്നെ വിളിച്ചാലും ഈ അർത്ഥത്തിൽ ദുആ എന്ന അർത്ഥത്തിലുള്ള വിളിയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒക്കെ അതിൽ പെടും. അപ്പൊ സൃഷ്ടി കഴിവിനപ്പുറത്ത് എന്ന ഇയ്യാക നസ്തഈനിന്റെ ദുർവ്യാഖ്യാനത്തിലൂടെ ഒരുപാട് വിശദീകരണങ്ങൾ ഇവിടെ കൊടുക്കേണ്ടി വരികയാണ്. എത്രത്തോളം നോക്കൂ, എന്തുമാത്രം വിദണ്ഡമായ വാദങ്ങളാണ് ഈ ആൾക്കാർ സമൂഹത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഞാനൊരു ടീമിനോടുള്ള വെറുപ്പ് ആ ടീമിൻ്റെ എല്ലാ നന്മകളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറയണമെന്നല്ല, മറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ. ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊന്നും ഇപ്പോൾ അതിൻ്റെ കൂടെ പോണ ആൾക്കാർക്ക് അറിയില്ല. പണ്ട് ഇവിടെ പ്രചരിപ്പിച്ച സംഗതി എന്താണ്? മേശവലിപ്പ് അടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഇടയിൽ ജിന്നുണ്ടായേക്കാം. അപ്പൊ ജിന്നിനെ നമ്മൾ എന്ത് ചെയ്യരുത്? എടങ്ങാറാക്കരുത്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മളും ജിന്നും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കണം. ഇനിയോ, ഞാൻ എൻ്റെ പെരയിലില്ലാത്ത സമയത്ത് രാത്രി സമയത്ത് ഒരു പക്ഷേ എൻ്റെ കട്ടില് കയറി കടക്കുന്നുണ്ടാവാം. ആരാന്നറിയോ? ആരാണ്? ഇവിടെ ചില ആൾക്കാർക്ക് ഉഡായിപ്പ് നടത്താനുള്ള ലൈസൻസിന് വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ ഇത് പറഞ്ഞിരുന്നു. നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്, എൻ്റെ രൂപത്തിലുള്ള, ഞാൻ ആളെ പേരൊന്നും പറയണില്ല, എൻ്റെ രൂപത്തിലുള്ള ജിന്നായിരിക്കും. എന്നപ്പോൾ ഒരു പോലീസും കോടതിയൊന്നും ഇവിടെ വേണ്ടേ?
ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി. എന്തിനും ഏതിനും ജിന്നിനങ്ങനെ സേവിച്ച് നടന്നാൽ മതി. അപ്പം നിങ്ങൾ അവിടെ കണ്ടാൽ ഇടങ്ങാറാക്കരുത്, ഓല ആ പണിയൊക്കെ ചെയ്തു പോയിക്കോട്ടെ. എന്നിട്ടോ ഇത് കഴിഞ്ഞ് ഈ പ്രസംഗിക്കുന്ന ഞാന് ഇന്റെ അസിൽ നിങ്ങൾ ചോദിക്കരുത്. ഞാൻ ചിലപ്പോൾ വല്ല ജിന്നും കുട്ടിയൊക്കെ ആയിരിക്കും. ബാപ്പാന്റെ പേര് ചോദിക്കുന്നിടത്ത് സൺ ഓഫ് ഇന്ന ജിന്ന് പേരും എനിക്കെന്നിടാലോ. ഞാൻ കളിയാക്കാൻ പറയല്ലേ പ്രിയപ്പെട്ടവർ. എത്രമാത്രം വലിയ വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആരാ പറയണ്ടാവുക? ഇനി ഈ ടീം ഇങ്ങനെ നിലത്ത് ആൾക്കാരങ്ങനെ പള്ളിയിൽ വിളിച്ചിരുത്തുമ്പോൾ ഓർക്ക് പറയാനുള്ള എന്താ, അങ്ങനെ ഭയങ്കര എന്താ പറയാ വലിയ തത്വങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇസ്ലാഹിൻ്റെ ആൾക്കാരായിട്ട് ഇങ്ങനെ നടക്കും. പിന്നെയോ കുറച്ച് ആൾക്കാരങ്ങനെ വലയിൽ കിട്ടിയെന്ന് കണ്ടാൽ പിന്നെ അടുത്ത പരിപാടി എന്താ, ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്തു കൊടുക്കലാണ്. എന്നിട്ട് ഗൾഫ് സലഫിസമൊക്കെ നമ്മൾ സലഫുകളുടെ പാതയിലാകണം. പക്ഷേ നമ്മൾ സലഫിസത്തിൻ്റെ നൂലാമാലയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അപ്പം അതൊക്കെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളുകയും നമ്മുടെ പ്രമാണങ്ങൾ അദില്ലത്തുൽ അർബഅ 4 പ്രമാണങ്ങൾ ഖുർആൻ സുന്നത്ത് തന്നെയാണ് മെയിൻ പ്രമാണം. സുന്നത്താണ് പ്രമാണം. ഇവിടെ ചില ആൾക്കാർ ഹദീസിനെ പ്രമാണാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹദീസ് എന്നും സാങ്കേതിക ഭാഷയിൽ സുന്നത്തായിട്ട് തന്നെ പറയും. പക്ഷേ ഈ 2 ചട്ടക്കുള്ളിൽ ഉള്ള എല്ലാ ഹദീസുകളും ശരിയാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആനിനെതിരായി വരുന്ന ഹദീസുകൾ നമ്മൾ മാറ്റിവെക്കണമെന്ന് ഉസൂലുൽ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറയണത്. അല്ലാതെ നമ്മളെ ചേകന്നൂരികൾ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഛേദമൊന്നുമില്ല. വിളിക്കേണ്ടോല് വിളിക്കേണ്ട പോലെ ഓലെ സൗകര്യത്തിനനുസരിച്ച് വിളിച്ചോട്ടെ. നമ്മൾ ഈ ഇസ്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇസ്ലാഹ് നടത്തിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ജിന്നുകളെ വിളിക്കാൻ പറ്റുമെങ്കിൽ ആദ്യമായിട്ട് വിളിക്കേണ്ടിയിരുന്നത്, മലക്കുകളെ വിളിക്കാൻ പറ്റുമെങ്കിൽ ആദ്യമായിട്ട് വിളിക്കേണ്ടിയിരുന്നത്. കാരണം റസൂലിന് അറിയാം ജിന്നുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് റസൂലിന് വഹീ കിട്ടി. റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂലിൽ നിന്ന് എല്ലാം അവർ കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധനം പടച്ചോൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ റസൂല് ശരിക്ക് ബദറിലൊക്കെ നിൽക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, ജിന്നുകളെ ഒന്ന് വന്നാണ്ടൊന്ന് ഈ സുയിപ്പൊന്ന് ഒഴിവാക്കി തന്നാൽ എത്ര നന്നായിരുന്നു എന്ന് ചോദിക്കായിരുന്നു. ഇനിയോ അള്ളാഹുവിൻ്റെ തിരുദൂതര് അവിടെ മലക്കുകളോടും ചോദിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൈ വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് വിളിക്കുന്ന വിളി എന്താ അറിയോ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസ്വാബാ വലൻ തുഅബദ ഫിൽ അർളി അബദാ. ഒരിക്കലും പടച്ചോനെ നിന്നെ മാത്രം വിളിക്കുന്ന, ഇസ്ലാഹ് നടത്തുന്ന, അതിലേറ്റവും പ്രധാനപ്പെട്ട തൗഹീദിന്റെ നിർവഹണം, ആ തൗഹീദിനെ പ്രബോധനം ചെയ്യുകയും അത് ജീവിതത്തിൽ സ്വായത്തമാക്കുകയും ചെയ്യുന്ന ആൾക്കാരിനി ഉണ്ടാവൂല. അതിൻ്റെ ഒരു ഉന്മൂലനം, അതിൻ്റെ ഒരു വംശനാശം എന്നെ പറയാ. ഒരാളും ഉണ്ടാവില്ല പടച്ചോനെ ഇതെങ്ങാനും നശിപ്പിച്ചാൽ. അപ്പൊ പടച്ചോൻ സഹായിക്കാൻ ചില പോയത്തക്കാരും പമ്പരബുദ്ധികളും പറയണം എന്താ അറിയോ? സൂറ അൻഫാലിലുണ്ട് ഞങ്ങളുടെ തെളിവ്, മലക്കുകൾ സഹായിച്ചിട്ടുണ്ട്. എന്താ പറയണത്? മലക്കുകൾ സഹായിച്ചിട്ടുണ്ട്. എവിടെ സഹായിച്ചിട്ടുണ്ട്? ബദറിൽ സഹായിച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്ത് കാര്യം ഞാൻ ഉൾക്കൊള്ളുമ്പോഴും അതിന് എനിക്ക് അടിസ്ഥാനം ഉണ്ടാകണം. ഞാൻ എന്തിനാ ജോലി ചെയ്യണത്? ആ ജോലിയിൽ ഇന്ന ബെനഫിറ്റുകളുണ്ട്, അതൊരു അടിസ്ഥാനമാണ്. ഞാൻ എന്തിനാ പെണ്ണ് കെട്ടിയത്? അതിനൊരു അടിസ്ഥാനമുണ്ട്. ഞാൻ എന്തിനാ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകേണ്ടത്? അതിനൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ഇല്ലാത്തവരൊക്കെ പാളികള്. കുറച്ച് ഗൗരവത്തിൽ തന്നെ പറയണത്. നമുക്ക് വിശ്വാസത്തിലായി ഈ അടിത്തറ വേണ്ട. ആദ്യം വിശ്വാസത്തിൽ അടിത്തറ ഇല്ലാത്തവനൊക്കെ പാളി. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ പറഞ്ഞില്ലേ അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ സലാസും മിനൽ ആലാഫി. എന്താ പറയാ 3000 ഇറക്കിയില്ലേ, 5000 ഇറക്കിയില്ലേ? മലക്കുകളെ തന്നെയല്ലേ ഇറക്കിയത്? ശരി തന്നെയാണ്, മലക്കുകളെ തന്നെയാണ് ഇറക്കിയത്. പക്ഷെ ആരോടാ ചോദിച്ചത്? അള്ളാന്റെ റസൂൽ നടത്തിയ പ്രാർത്ഥന നമ്മൾ കേട്ടു. അള്ളാഹും അത് പ്രത്യേകം ശരിവെച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയണത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി. എന്താ പറഞ്ഞത്? നിങ്ങൾ തേടിയത് ആരോടാ? ഇസ്തിഗാസ ആരോടാ? പടച്ചോനോട് മാത്രം. ഇസ്തിഗാസ പടച്ചോനോട് മാത്രം. എല്ലാവരും മനസ്സിലാക്കി. ഈ ആയത്തൊക്കെ നമ്മളിങ്ങനെ ഓതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അപ്പുറത്ത് സമസ്തക്കാർക്ക് പറയാനുള്ളത്, അവിടെ പറഞ്ഞത് അത് നമ്മൾ ചെയ്യുന്ന ഇസ്തിഗാസക്കെതിരാകുന്ന ഒരു കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെങ്ങനെ തെറ്റാക്കും. ഇനി ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഇസ്തിഗാസ ഇതിൻ്റെ അർത്ഥമൊന്നും അവർക്ക് അറിയണ്ട. അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ,
ഇതെന്താ നോക്കുക, 3 ഭാഗങ്ങളാണ് ഈ ആയത്തിലുള്ളത്. തസ്തഗീസുന റബ്ബക്കും, റസൂൽ ആരോട് ചോദിച്ചു? അല്ലെങ്കിൽ വിശ്വാസികൾ മൊത്തം ആരോട് ചോദിച്ചു? റബ്ബിനോട് ചോദിച്ചു. ഫസ്തജാബലഹും, അപ്പോൾ ആരുത്തരം നൽകി? മലക്കൾ ഉത്തരം നൽകിയതല്ല. ഫസ്തജാബലഹും, അപ്പോൾ അവൻ ഉത്തരം നൽകി. ആരാ അവൻ? ആ ഹു ആരാ? ആ ലൊമീർ എങ്ങട്ടാ മടങ്ങണത്? അള്ളാഹുവിലേക്കാണ് മടങ്ങണത്. അന്നീ മുമിദ്ദുക്കും. എന്നിട്ട് പിന്നെ 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പണി ചെയ്തതിന്റെ രൂപം വിശദീകരിക്കല. പറയണ ക്ലിയർ ആണല്ലോ, രൂപം വിശദീകരിക്കല. അത് പടച്ചോൻ സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നു. എല്ലാം പടച്ചോൻ, എല്ലാം സ്വന്തം. നമ്മള് ഇവിടെ പടച്ചോനെ റോബോട്ടുകളാക്കായിരുന്നു. ഒന്നും വേണ്ട, പടച്ചോൻ പറഞ്ഞ മാതിരി ഇങ്ങനെ ജീവിക്കാൻ. പക്ഷെ പടച്ചോന്റെ രീതി അതല്ല. പടച്ചോൻ ഇവിടെ സഹായിച്ച രീതി അതല്ല. സഹായിക്കാൻ വേണ്ടി പടച്ചോൻ നിശ്ചയിച്ച വ്യവസ്ഥയാണ് മലക്കുകൾ ഇറക്കുക എന്നുള്ളത്. ഞാൻ അവസാനിപ്പിക്കാം. മലക്കുകളെ ഇറക്കുക എന്നുള്ളത് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. അപ്പൊ മലക്കുകളുടെ ഉദ്ദേശം എന്താ? ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ ഒന്നും ധിക്കാരം പ്രവർത്തിക്കൂല. അവരോട് കൽപ്പിച്ചതൊന്നും അവർക്ക് എതിരായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ പിന്നെ കൽപ്പിക്കപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ടീമാണെന്ന്. അപ്പോൾ എന്താണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും കൃത്യമായ ഉത്തരം എനിക്ക് ഉണ്ടാവണം. അപ്പോൾ അതിന് പിന്നെ മാറ്റി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. അപ്പം ആദ്യം എല്ലാവരും ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരൊക്കെ ആദ്യം പറഞ്ഞതെന്ന് ഒന്നായിരുന്നു. ആ പറഞ്ഞതിൽ തന്നെ നമ്മൾ നിലനിന്ന് പോകുന്നു. നമുക്കത് മാറ്റി പറയേണ്ട ഒരു കാര്യവും വന്നിട്ടില്ല. എന്താണ്? അടിസ്ഥാനമുണ്ട്. ഇനി അപ്പുറത്തേക്ക് ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ. ഈ മൗലാനമാരുടെ വിശദീകരണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇബാദത്തിന് ഇങ്ങനെ കുറേ അതിങ്ങനെ അറബി വാക്കുകളൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെങ്കിലും ഇത് പോലെ കൂട്ടത്തിലേക്ക് വരണം. അതിന് സാധാരണ മനുഷ്യന്മാരിയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്ന അർത്ഥം എന്തായിരിക്കും എന്നറിയോ? അതിങ്ങനെ ഉലൂഹിയത്തിൻ്റെ ഭാഗമായി ഇലാഹിൻ്റെ ആലിഹത്തിലേക്ക് അതിനെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഇങ്ങനെ ഈ കുഴഞ്ഞു മാറിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇത് എന്താ ഇലാഹ് എന്നും എന്താ ആലിഹത്ത് എന്നും എന്താണ് പിന്നെ മഹ്ലൂക്ക്, ഈ കാര്യങ്ങൾ ടേംസുകളിലൊക്കെ ഇങ്ങനെ ഉസ്താദ് ഭയങ്കര അറിവുള്ള ആളെന്നെ. ഇത് നമ്മൾ പടച്ചോൻ വളരെ എളുപ്പത്തിലായി നമുക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നെ. ഏതൊരു പടു ജാഹിലും എന്തു മനസ്സിലാണം? അള്ളാനെ ആരാധിക്കുന്നതിനെ പറ്റി മനസ്സിലാണം. ഞാൻ പച്ചയിലത് പറയണത്. ഇത് നമ്മൾ പടച്ചോൻ ഞമ്മക്കറിയാത്ത ഒരു ഇസ്തിരിട്ട ഭാഷയിലും നല്ലത് പറഞ്ഞതാണ്. വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യത്തിൽ. അപ്പോൾ പടച്ചോൻ നമ്മൾ എന്തിനാ എങ്ങനെയാണ് പടച്ചോനിൽ വിശ്വസിക്കുന്നത്? പടച്ചോൻ പറഞ്ഞെന്ന ആ റൂട്ടിലൂടെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മലക്കുകളിലുള്ള എൻ്റെ വിശ്വാസം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ എന്ന് പറയുന്ന ഒരു ടീമിനെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ് പറഞ്ഞതല്ലാത്ത ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ല പറഞ്ഞതിൻ്റെ വിപരീതമായിട്ട് ഒരു സാധനവും ഓരോ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അപ്പം എൻ്റെ വിശ്വാസം അതാണ്. പിന്നെ മലക്കുകൾ ഇറങ്ങിയോ, ഹാജറ ബീവിൻ്റെ അടുത്ത് മലക്കുകൾ വന്നോ, ഒരു സംശയമുള്ള കാര്യമല്ല അത്. പിന്നെ എവിടെയും പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം എന്താ? ഞാൻ മനസ്സിലാക്കുന്നു മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന അത് അള്ളാഹു കൽപ്പിച്ചു, ഇറങ്ങി വന്നു. മലക്കുകൾ അപ്പം മനുഷ്യന്മാർ കണ്ടില്ലെന്ന് ചോദിച്ചാൽ കണ്ടു. പക്ഷെ മനുഷ്യന്മാർ കണ്ടത്. ക്ലിയർ ആയിട്ടോ പറയുന്നത്? മനുഷ്യന്മാരാണ്. റസൂലിൻ്റെ അടുത്ത് അപരിചിതനായിട്ട് മലക്ക് മനുഷ്യവേഷം കെട്ടിയിട്ട് വന്ന സന്ദർഭങ്ങളുണ്ട്. ഹദീസു ജിബ്രീൽ എന്നൊക്കെ പറയപ്പെടുന്ന പിന്നെ ഹദീസ് ഉണ്ട്. അപ്പോഴൊക്കെ അവിടെ സ്വഹാബത്തും ഇരിക്കുന്നുണ്ട്. അപ്പം എന്താ ആൾക്കാരെന്താ വിചാരിച്ച്? അതൊരറിയാത്തൊരു മനുഷ്യൻ. ഓർക്ക് അത്ര. ഇബ്രാഹിം നബിൻ്റെ അടുത്ത് മലക്കുകൾ വന്നു. ഇബ്രാഹിം നബി എന്താ വിചാരിച്ച്? മനുഷ്യൻ. പിന്നെ ബോധനം കിട്ടുമ്പോഴും അല്ലെങ്കിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത്. മനുഷ്യരൂപത്തിൽ വന്ന മനുഷ്യനാണ്. ആ മനുഷ്യന്റെ വിധിയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ആട്ടർച്ച ഉണ്ടാക്കി കൊടുത്ത് ഞാൻ വിശദീകരിക്കാൻ നിൽക്കണില്ല. അടിസ്ഥാനം നമ്മൾ മറക്കരുത്. എന്താണ് ജിന്നുകളിലുള്ള എൻ്റെ വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിന്നുകൾക്ക് എന്നെ കാണാൻ പറ്റുമായിരിക്കും. അത് പടച്ചോൻ പറഞ്ഞുകൊണ്ട് എനിക്കറിയാം. പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും എനിക്കറിയില്ല. ജിന്നുകൾക്ക് വല്ല മദ്രസ സ്കൂളിൽ നടക്കുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല. കാരണം അതൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഓല് ഖുർആൻ കേട്ടിട്ടുണ്ടോ? ഖുർആൻ കേട്ടു. എങ്ങനെ മനസ്സിലായത്? പടച്ചോൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചെന്ന കാര്യങ്ങൾ. അപ്പോൾ ജിന്നുകളുണ്ടോ? ജിന്നുകളുണ്ട്. ജിന്നുകൾ ആരും നിഷേധിക്കേണ്ട ആവശ്യമില്ല. ആരോട്ട് നിഷേധിക്കണമില്ല. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് അടിസ്ഥാനങ്ങളിൽ നിന്ന് തെറ്റുമ്പോഴാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇസ്ലാഹുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധി കൊണ്ട് നമ്മൾ ആയത്തുകൾ വ്യാഖ്യാനിക്കുന്നവരാണെന്നാണ് ഇപ്പോൾ ഈ പ്രസംഗം കേട്ടാലും ബാക്കിയുള്ള നമ്മളെ ആൾക്കാർ നടത്തുന്ന സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പറയണത് അവർ അഖലാനികളല്ലേ എന്ന്, അവർ ബുദ്ധിൻ്റെ ആൾക്കാരല്ലേ എന്ന്. ബുദ്ധിപരമായിട്ടാണ് പടച്ചോൻ കാര്യങ്ങൾ ഖുർആനിലൊക്കെ ബോധ്യപ്പെടുത്തിയത്. ഞാൻ ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്നാൽ
ബുദ്ധിയെ പാടെ മാറ്റി വെക്കാൻ പറയുന്നില്ല. അള്ളാഹു വിശ്വാസ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ ഈമാനിൽ അധിഷ്ഠിതമായ ബുദ്ധി ഉപയോഗപ്പെടുത്താനാണ് പറയുന്നത്. ഇസ്ലാഹിന്റെ മർമ്മം എന്ന് പറയുന്നത് ഈമാൻ ഉണ്ടാവണം, എന്നിട്ട് ബുദ്ധി ഉപയോഗിക്കണം. ഈമാൻ ഇല്ലാത്ത ആൾക്കാർ ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ് മതനിരാസത്തിലേക്കും യുക്തി രഹിതവാദങ്ങളിലേക്കൊക്കെ പോണത്. പക്ഷെ ബുദ്ധി എന്ന് പറയുന്നത് പടച്ച ഉപയോഗിക്കാൻ തന്നാണ്. ഉലിൽ അൽബാബ് ലഅല്ലക്കും തഅഖിലൂൻ ലഅല്ലക്കും തതദക്കറൂൻ ലഅല്ലക്കും യഅഖിലൂൻ എന്നൊക്കെ പറഞ്ഞ കുറേ ആയത്തുകൾ ഖുർആനിലുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന് ഫലമില്ല എന്നാണ് നമുക്ക് ബുദ്ധിപരമായി പഠിപ്പിച്ചു തരുന്നത്. ഞാൻ അതിൻ്റെ ആയത്ത് നമ്പർ മാത്രം പറയാം. സൂറ അറാഫിലെ 194-ാമത്തെ വചനം. അവിടെയും പടച്ച റബ്ബ് കൃത്യമായി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് നടക്കാൻ പറ്റുന്ന കാലുകളുണ്ടോ, അവർക്ക് പിടിക്കാൻ പറ്റുന്ന കൈകളുണ്ടോ, അവർക്ക് കാണാൻ പറ്റുന്ന കണ്ണുകളുണ്ടോ, അവർക്ക് കേൾക്കാൻ പറ്റുന്ന കാതുകളുണ്ടോ. ഇതൊക്കെയുള്ള എന്താ പറയാ, ഇതൊക്കെയുള്ള മനുഷ്യന്മാര് ഓട് പടച്ചോൻ പറയാണ്, നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ മാത്രമാണ്. അപ്പം മൺമറഞ്ഞു പോയ ആൾക്കാരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെപ്പോലത്തെ കയ്യും കാലും നിങ്ങളെപ്പോലത്തെ കണ്ണും കാതും ഓർക്കില്ല നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മനുഷ്യ കഴിവിൽപ്പെട്ട സഹായം തേടാൻ അവരിലേക്ക് നിങ്ങൾ ഒരിക്കലും അടുത്തു പോകരുത് എന്ന് പടച്ചോൻ പറയാണ്. നിങ്ങൾ ഇഞ്ഞോരെ വിളിച്ചോ. പിന്നെ പടച്ചോൻ ഒരു പരിഹാസ രൂപേണ ചോദിക്കുകയാണ്, കുലിദൂ ശുറക്കാക്കും, നിങ്ങളുടെ എല്ലാ ശരീക്കന്മാരെയും ശുറക്കാകളെയും പങ്കുകാരെയും നിങ്ങൾ വിളിച്ചോ. സുമ്മ കീദൂനി, എന്നിട്ട് നിങ്ങൾ എനിക്കെതിരെ കുതന്ത്രം കാണിച്ചോ. ഫലാത്തുന്നിറൂൻ, നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് കേട്ടോ, നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഈ പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ധൃതിപ്പെട്ടിട്ട് ഈ നാട്ടിൽ നിന്നും ഒക്കെ ചെയ്യാൻ നടക്കുകയാണ്. ഏത് ഈ മാരണവും കൂടോത്രവും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാനും അതിന് ചെയ്താൽ ഫലമുണ്ടാകുമെന്ന് വിചാരിക്കാനൊക്കെ നടക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത്, ഷിർക്കിന് ഫലമില്ല. അത് ഷിർക്ക് എന്ന് പറയുന്ന സംഗതി അത് ഫലമില്ലാത്തത്, അതൊരു എന്താ പറയുക, ഷിർക്ക് സിഹിർ എന്നൊക്കെ പറയുന്നത് വേറെ വേറെ വരാനൊക്കെ ഉള്ള കാരണം എന്താ, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകേണ്ട ഒരു ഭാഗമാണ്. വളരെ സിമ്പിളായി മനസ്സിലാക്കത്തക്ക രൂപത്തിൽ ഒരു കാര്യം മാത്രം പറയാം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുകാരെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ തന്നെ അത് ഷിർക്കാണ്. അവിടെ പ്രത്യേകിച്ച് പ്രവർത്തനം ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സിഹിർ എന്ന് പറയുന്നത് വൻപാപങ്ങളിൽ എണ്ണാനുള്ള കാരണം എന്താ, അത് ആ സിഹിർ എന്ന് പറയുന്നതിൽ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. അപ്പൊ ഷിർക്കിനോളം വരുന്ന ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിർക്കിന്റെ നേരെ താഴെ വരുന്ന ഒരു സംഗതിയാണ് സിഹിർ എന്ന് പറയുന്നത്. എന്നാൽ സിഹിറിൽ നിന്ന് ഫലം വിചാരിക്കുന്നതോ അത് ഷിർക്കാണ്. അവിടെ പിന്നെ വേറെ വകുപ്പില്ല, കാരണം അവിടെ പ്രവർത്തനമല്ല. സിഹിർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കോഴിമുട്ടമ്മ എഴുതലും കാട്ടലും ഇതൊക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ള കൂടോത്ത പ്രവർത്തനങ്ങൾ ലബീദുബിന് അഹസമാകുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓല് ചെയ്യുന്നത് സിഹിറാണ്. എന്നാൽ സിഹിറിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്ന ആളുകൾ ചെയ്യുന്നതിൻ്റെ പേര് ഷിർക്കാണ്. അവര് മുശ്രിക്കാണോ ബാക്കിയുള്ള എന്തൊക്കെയാണോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആ പ്രവൃത്തി ഷിർക്കാണെന്നുള്ളത് അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയതാണ്. അടിസ്ഥാനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോണത് ഈ രൂപത്തിൽ ഷിർക്കൻ വിശ്വാസം പേറിയിട്ടായിരിക്കും എന്ന് നമ്മൾ ബോധ്യപ്പെടാൻ. വിശ്വാസപരമായ ഒരു കാര്യത്തിൻ്റെ 1% പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ ഈ സമയം അവസാനിച്ചതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നിടത്തുള്ള ഇസ്ലാഹ് പൂർത്തിയായിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമത്ത് പൂർത്തിയാകുന്നു പടച്ചോൻ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് പൂർത്തിയാകാനും സാധ്യതയില്ല. എല്ലാവരും ഉഷാറായിട്ടെന്നല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകാം. കാലം കഴിയും തോറും ഇതിൽ മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെ ഷിർക്കിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക എന്നുള്ളതായിരിക്കും ആൾക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളാ കൂട്ടത്തിലില്ല ഉറച്ച് ബോധ്യപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർ, ധാരാളം ഇഷ്യൂസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബപരമായ വ്യക്തിപരമായ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിന് സാമൂഹിക പരിഷ്കരണങ്ങൾ ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം പരിഷ്കരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നല്ല മുസ്ലിഹീങ്ങളായി തീരാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അറിയാതെയും രഹസ്യപരസ്യ ജീവിതങ്ങളിലൊക്കെ നമ്മളിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്.
അവരുടെ വിഷമങ്ങളെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പടച്ചറബേ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ മറ്റെവിടെ നിന്നെങ്കിലും പ്രതീക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ നാഥ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടുകാരെ മുഴുവനും ഷിർക്കിൽ നിന്ന് നീ മുക്തമാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വീഴ്ചകളും നീ നിൻ്റെ മഹത്തായ ഫളല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ നാഥ. അള്ളാഹുവേ വളരെ സൽക്കർമ്മികളായി ജീവിക്കാനും ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിന്നിലേക്ക് വസീല തേടാനും ഒക്കെ സാധിക്കുന്ന മഹാഭാഗ്യം സിദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.